ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IT പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം IT മോഡൽ എക്സാം, അത് കഴിഞ്ഞ് IT മെയിൻ എക്സാം. ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷനുണ്ട് IT പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച്. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നാളെ മുതൽ ITയുടെ പ്രാക്ടിക്കൽ വീഡിയോകളും ITയുടെ പ്രധാനപ്പെട്ട തിയറി ചോദ്യങ്ങൾ ഉൾപ്പെട്ട വീഡിയോകളും റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ളവ എങ്ങനെയാണ് നമ്മൾ പരീക്ഷയിൽ ചെയ്യേണ്ടത് എന്നെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നാളെ മുതൽ തന്നെ വീഡിയോകൾ വന്നു തുടങ്ങും, ഓരോ വീഡിയോകളായിട്ട്. സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് IT പരീക്ഷയിൽ എങ്ങനെയാണ് ഈ A+ നഷ്ടമാകുക എന്നാണ്. പല കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് IT A+ വാങ്ങിയെടുക്കാൻ എളുപ്പമാണെന്നാണ്. പക്ഷേ ചുരുക്കം ചില കാര്യങ്ങളിൽ പാളിപ്പോയാൽ നിങ്ങൾക്ക് A+ നഷ്ടമാകും. അതിന് എങ്ങനെയാണ് ITയിൽ മാർക്ക് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം IT പരീക്ഷ മൊത്തം 50-ലാണ്. നിങ്ങൾക്കറിയാമല്ലോ, 50 മാർക്കിലാണ് IT പരീക്ഷ നടക്കുക. ഈ 50-ൽ മറ്റേത് സബ്ജക്റ്റും പോലെ 45 മാർക്കെങ്കിലും മിനിമം വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് A+ എന്ന നിങ്ങളുടെ ആ ആഗ്രഹം സാധ്യമാകൂ ITക്ക്. ഇങ്ങനെയാണ് ഈ 45 മാർക്ക് അല്ലെങ്കിൽ ഈ 50 മാർക്ക് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ITയിൽ നിങ്ങൾക്ക് തിയറിക്ക് 10 മാർക്കാണ്. തിയറിക്ക് 10 മാർക്കാണ് തിയറിയിലുണ്ടാവുക കേട്ടോ. 10 മാർക്ക് തിയറിക്കാണ്. ഈ 10 മാർക്ക് എന്ന് പറയുന്നത് അര മാർക്കിൻ്റെ 10 ചോദ്യങ്ങളും 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളും, അങ്ങനെ 15 തിയറി ചോദ്യങ്ങളുണ്ടാവും. അതിൽ നിന്നായിട്ട് 10 മാർക്കാണ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കേണ്ടത്. അതിനുശേഷം പ്രാക്ടിക്കൽ, അതായത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കേണ്ട പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ 4 എണ്ണമാണ്. 4-നും 7 മാർക്ക് വീതമാണ്. 4 × 7 28 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 28 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രാക്ടിക്കലിലാണ്. 7 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓരോന്നിലും 2 ചോദ്യമുണ്ടാവും. അതിൽ 2 ഓപ്ഷൻ ഉണ്ടാവും. 1 അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ 4 സെറ്റ് ചോദ്യങ്ങൾ, അതിൽ നിന്നും 4 എണ്ണം എഴുതുന്നു. 28 മാർക്ക്. 4 × 7 ഓരോ ചോദ്യത്തിനും 7 മാർക്ക് വീതമാണ്. 2 മാർക്ക് നിങ്ങൾക്ക് ITയുടെ റെക്കോർഡ് ബുക്കിന് അഥവാ വർക്ക്ഷീറ്റിനാണ്. IT റെക്കോർഡ് ബുക്ക് ഉണ്ട്. ഈ IT റെക്കോർഡ് ബുക്ക് ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് എഴുതുന്നുണ്ടാവും ഇല്ലേ? നിങ്ങൾക്ക് അഥവാ എങ്ങനെയാണ് IT റെക്കോർഡ് ബുക്ക് എഴുതേണ്ടത്, അതിൻ്റെ വർക്ക്ഷീറ്റ് എങ്ങനെ എഴുതണമെന്ന് അറിയില്ലെങ്കിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഞങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. ഈ 2 മാർക്കേ IT റെക്കോർഡ് ബുക്കിനുള്ളൂ എങ്കിലും ഈ റെക്കോർഡ് ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. സോ നിർബന്ധമായിട്ടും അത് എഴുതേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കാണുക. അപ്പോൾ എത്ര? ഈ 10 + 28 + 2, ഇപ്പോൾ ടോട്ടൽ 40 മാർക്കായല്ലോ. ടോട്ടൽ 40 ആയില്ലേ? ഈ 40-നോട് ഇതിപ്പോൾ 40 മാർക്കായി. സോറി, നമ്മുടെ എഴുത്തിൻ്റെ ചില പ്രശ്നങ്ങൾ. ഓക്കെ, 40 മാർക്കായി. ഈ 40 മാർക്കിനോട് 10 മാർക്ക് CE. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും CE മാർക്കുള്ള പോലെ ITക്ക് CE മാർക്കുണ്ട്. അങ്ങനെ 10, ടോട്ടൽ 50. ഈ 50-ൽ 45 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാലേ നിങ്ങൾക്ക് A+ കിട്ടൂ. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആദ്യം വരുന്നത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കലിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ 10 മാർക്കിൽ എത്ര നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ, പ്രാക്ടിക്കലിൽ 4 ചോദ്യങ്ങളുണ്ട് 7 മാർക്കിൻ്റേത്. സോ നിങ്ങൾ ആ പ്രാക്ടിക്കൽ അവിടെ വെച്ച് കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കുന്നു, അല്ലെങ്കിൽ റോബോട്ടിക്സ് ഇത്തവണ വന്നതുകൊണ്ട് അത് അല്ലാതെ ലൈവായിട്ട് അവിടെ ചെയ്ത് കാണിക്കുന്നു. അപ്പം നിങ്ങളുടെ എക്സാം ഹാളിൽ വരുന്ന നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ചുമതലയുള്ള മറ്റൊരു സ്കൂളിലെ അധ്യാപകൻ, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറല്ല, നിങ്ങളുടെ IT പരീക്ഷാ സമയത്ത്, അത് മെയിൻ എക്സാം സമയത്ത് മോഡലിൽ നിങ്ങൾ സ്കൂൾ ടീച്ചറായിരിക്കും, മെയിൻ എക്സാം സമയത്ത് മറ്റൊരു സ്കൂളിലെ ടീച്ചറായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് അവിടെ ഇരിക്കുക. അവർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കും, അവരാണ് മാർക്ക് ഇടുക. അപ്പോൾ നിങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പ്രാക്ടിക്കലൊക്കെ ചെയ്ത് തീർത്താൽ നിങ്ങൾക്ക് അവർ 4-നും 7 മാർക്ക് തന്നാൽ 28 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ 28 കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ഫുൾ മാർക്കും കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുക. കാരണം നിങ്ങൾ ഏകദേശമൊക്കെ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ പഠിക്കും എന്ന് കരുതുക. ഈ 28 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2 റെക്കോർഡിൻ്റെ മാർക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. 10 CE മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതുക. ഈ റെക്കോർഡ് ബുക്ക് വെച്ചാൽ 2 മാർക്ക് കിട്ടും. CE മാർക്ക് നിങ്ങൾ ടീച്ചേഴ്സ് തരുമെന്ന് വിചാരിക്കുക. 28 + 2 + 10 40 ആവുകയുള്ളൂ. പിന്നെയും വേണം 5 മാർക്ക്. ഈ 5 മാർക്ക് ഇവിടെ
തിയറിയിൽ നിങ്ങൾ കിട്ടിയിരിക്കണം. തിയറിയിൽ 5ൻ്റെ താഴേക്കാണ്, 10ൽ 5ൻ്റെ താഴേക്കാണ് നിങ്ങളുടെ മാർക്ക് തിയറിയിലെങ്കിൽ നിങ്ങൾക്ക് A+ നഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. സോ ആദ്യത്തെ ടാസ്ക് തിയറിയിൽ മാക്സിമം മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രാക്ടിക്കലിന് ഈ ഫുൾ മാർക്കായി 28 കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്കെങ്കിലും തിയറിയിൽ കിട്ടിയാൽ A+ എത്തൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് IT പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഈ 28 എന്നുള്ളത് ചിലപ്പോൾ ഏതെങ്കിലും 1-2 മാർക്ക് കുറഞ്ഞ് ഒരു 25 കിട്ടിയുള്ളൂ എന്ന് കരുതൂ. 25 കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ദാ ഇവിടെ നോക്കുക, ഈ 28-ന് പകരം ഇവിടെ 25 ആവുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഇത് 37 ആവുകയുള്ളൂ. ഇത് നോക്കൂ, 37 മാർക്ക് ആവുകയുള്ളൂ. അത് 45 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ തിയറിയിൽ നിങ്ങൾക്ക് പിന്നെ എത്ര വേണം? 8 മാർക്കും കൂടെ വേണ്ടേ? ടോട്ടൽ 45 എത്തണം. പ്രാക്ടിക്കലിന് ഈ 4 എണ്ണത്തിനും കൂടി 25 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ റെക്കോർഡിന് 2 മാർക്ക്, C മാർക്ക് മൊത്തം കിട്ടിയാലും 25ഉം 2ഉം 27ഉം 10ഉം 37 ആവുകയുള്ളൂ. 45 എത്തണമെങ്കിൽ തിയറിയിൽ എത്ര മാർക്ക് വേണം? 8 മാർക്ക് വേണ്ടി വരും അല്ലേ? 37 + 8 എത്തിയാലേ നിങ്ങൾ 45-ൽ എത്തൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ പ്രാക്ടിക്കലിൽ നിങ്ങളുടെ മാർക്ക് 23ൻ്റെ താഴോട്ട് പോയാൽ, 23 മാർക്കിൻ്റെ താഴോട്ട് നിങ്ങൾക്ക് IT പ്രാക്ടിക്കലിൻ്റെ മാർക്ക് പോയാൽ, തിയറിയിൽ 10ൽ 10 കിട്ടിയാൽ പോലും ഇതാ കറക്റ്റ് 23 മാർക്കാണ് പ്രാക്ടിക്കലിന് മൊത്തമുള്ളതെങ്കിൽ 23 + 10, തിയറിക്ക് 10ഉം കിട്ടിയാൽ 33 ആവും. 2 റെക്കോർഡിന് 10, C 45 ആവും. പക്ഷേ ഇവിടെ 23-ന് പകരം 22ഓ അതിൽ താഴേക്കോ പോയാൽ തിയറിയിൽ ഫുൾ മാർക്ക് കിട്ടിയാലും മറ്റെല്ലാം ഫുള്ള് കിട്ടിയാലും നിങ്ങൾക്ക് ഒരിക്കലും A+ എത്താൻ കഴിയില്ല. സോ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ 45 എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ചിന്തിക്കുക. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, പ്രാക്ടിക്കലിൽ 22 മാർക്കായി പോയാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി എല്ലാം ഫുള്ള് കിട്ടിയാലും നിങ്ങൾക്ക് A+ കിട്ടില്ല. ഇനി തിയറിയിൽ 5ൻ്റെ താഴോട്ട് പോയാൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് ഫുള്ള് കിട്ടിയാലും പ്രാക്ടിക്കൽ ഫുള്ള് കിട്ടിയാൽ നിങ്ങൾ A+ എത്തില്ല. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രാക്ടിക്കലിന് മാക്സിമം മാർക്ക് നേടിയെടുക്കാൻ നോക്കണം, തിയറിക്ക് മാക്സിമം മാർക്ക് നേടാൻ നോക്കണം. അതേപോലെ ആ 2 മാർക്ക് റെക്കോർഡ് ബുക്കിന് നഷ്ടപ്പെടുത്തരുത്, 10 മാർക്ക് സിയും നഷ്ടപ്പെടുത്തരുത്. സോ IT നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമെന്ന് വിചാരിക്കരുത്. ചെറിയ പിഴവുകൾ നിങ്ങളെ വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കും. പ്രത്യേകിച്ച് തിയറിയുടെ മാർക്ക് ഇടുന്നത് കമ്പ്യൂട്ടറാണ്. തിയറിയിൽ നിങ്ങൾ തെറ്റായ ഒരു ഉത്തരം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അവിടെ ഓട്ടോമാറ്റിക് മാർക്ക് ഇടും. പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ടീച്ചറെ എന്നെ ഒന്ന് സഹായിക്കണേ, ഞാൻ തെറ്റിപ്പോയതാണ്, 1 മാർക്ക് എനിക്ക് ഇട്ട് തരുമെന്ന് ചോദിക്കാൻ പോലും അവിടെ അവസരമില്ല. കാരണം തിയറിയിൽ മാർക്ക് ഇടുന്നത് കമ്പ്യൂട്ടർ തന്നെയാണ്. സോ ഇത് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ കൃത്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ മതി. സോ പ്രാക്ടിക്കലിന് മാക്സിമം മാർക്ക് 4 ചോദ്യത്തിനും 7 മാർക്ക് വീതം കിട്ടാൻ നോക്കുക. തിയറിയിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. ഒരു 8-ലെങ്കിലും എത്തിക്കാൻ നോക്കുക. 8ഓ 10 തന്നെ എത്തിക്കാൻ നോക്കുക. 5 താഴോട്ട് പോയാൽ കഴിഞ്ഞു. ഇത് പ്രാക്ടിക്കൽ ഫുള്ള് കിട്ടിയാൽ പോലും തിയറി 5 താഴെയാണെങ്കിൽ കഴിഞ്ഞു നിങ്ങൾക്കറിയാം. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ സഹായിക്കുന്ന വീഡിയോകൾ നാളെ മുതൽ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. കാണാം. താങ്ക് യു.